DV ആക്ട് പ്രകാരമുള്ള കേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നത്. പക്ഷേങ്കിൽ അവർ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് SI സാർ അനൂപ് സാർ അടുത്തുനിന്നുണ്ടായത്. 10-15 ദിവസമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു വിവരവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഭർത്താവ് രണ്ടാമത് വിവാഹം വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നിച്ച് സന്തോഷത്തോടെ താമസിച്ചോട്ടെ, നീ മാറിക്കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കുട്ടിയുടെ മുൻപിൽ വെച്ചിട്ടാണ് ഓളെ ഉപ്പനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. കുട്ടി അത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നമസ്കാരം. എന്തെങ്കിലും തരത്തിലുള്ള അനീതികൾ ഉണ്ടായാൽ നമ്മൾ എല്ലാവരും അഭയം പ്രാപിക്കുന്നത് പോലീസുകാരെയാണ്. എന്നാൽ അതേ പോലീസുകാരിൽ നിന്ന് തന്നെ മോശം അനുഭവം ഉണ്ടായാലും അത്തരത്തിൽ ഒരു അനുഭവമാണ് കൊടുവള്ളി സ്വദേശിനിയായ യുവതിക്ക് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ച മുൻപ് DV ആക്ടുമായി ബന്ധപ്പെട്ട് തൻ്റെ ഭർത്താവിനെതിരായി ഒരു പരാതി നൽകുന്നതിന് വേണ്ടി കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു യുവതി. എന്നാൽ കൊടുവള്ളി പ്രിൻസിപ്പൽ SI ആയ അനൂപിൽ നിന്ന് വളരെ മോശമായ അനുഭവമാണ് തനിക്കുണ്ടായത് എന്നാണ് ആ യുവതി പറയുന്നത്. യുവതി ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം കേൾക്കാം. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്താണ് സംഭവിച്ചത്? ഒരു DV ആക്ട് പ്രകാരമുള്ള കേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നത്. പക്ഷേങ്കിൽ അവർ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് SI സാർ അനൂപ് സാർ അടുത്തുനിന്നുണ്ടായത്. ഇതുവരെ എനിക്ക് 10-15 ദിവസമായിട്ട് ഇതുവരെ അതിനൊരു പരാതി കൊടുത്തിട്ട് യാതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇനി ഒരു സ്ത്രീക്ക് ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് പറയാനുള്ളത്. കാരണം ഒരു ആവശ്യത്തിന് നമ്മൾ സ്റ്റേഷനിൽ പോകുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല ഉണ്ടായത്. ഇനി മറ്റൊരു സ്ത്രീക്കും ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടാകരുത്. അത് കാരണം ഞാൻ ഒരു 10-15 ദിവസമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു വിവരവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ SI അനൂപ് എന്താണ് പറഞ്ഞത്? SI സാർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടത്. ഞാൻ അതിനു വേണ്ടിയിട്ടല്ല അവിടെ പോയത്. DV ആക്ട് പ്രകാരമുള്ള ഒരു പരാതി പറയാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേങ്കിൽ അനൂപ് സാർ പറഞ്ഞത് ഭർത്താവിനെ ഒഴിവാക്കി കളയാനും, പിന്നെ എൻ്റെ ഭർത്താവ് രണ്ടാമത് വിവാഹം വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നിച്ച് സന്തോഷത്തോടെ താമസിച്ചോട്ടെ, നീ മാറിക്കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ എനിക്കത് മാനസികമായിട്ടും എൻ്റെ കുട്ടിക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ടാണ്? അതെ, കുട്ടിയുടെ മുൻപിൽ വെച്ചിട്ടാണ് ഓളെ ഉപ്പനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. കുട്ടി അത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കുട്ടിക്ക് അത് പ്രയാസമാണ് ഉണ്ടാക്കിയത്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ 10-11 ദിവസമായി അത് മുഖ്യമന്ത്രിന്റെ അടുത്ത് DSPക്കും DSP CI സാറിനും കൊടുത്തിട്ടുണ്ട്, റെഫർ ചെയ്തിട്ടുണ്ട് കേസ്. പക്ഷെങ്കിൽ ഇതുവരെ ആരും വിളിച്ചിട്ടുമില്ല, അന്വേഷണം നടത്തിയിട്ടുമില്ല. 11 ദിവസമായി ഇത്തരത്തിൽ സംഭവം നടന്നിട്ട് എന്നിട്ട് പോലും അനുകൂലമായിട്ടുള്ള യാതൊരു നടപടി അധികാരികളും ഇല്ല, ഒരു നടപടി ഉണ്ടായിട്ടില്ല. എങ്ങനെ മുന്നോട്ട് പോകാൻ? ഇത് ഞാൻ ഒരു സ്ത്രീക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, എനിക്ക് അതിനുള്ള ഒരു മറുപടി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൊടുവള്ളി പ്രിൻസിപ്പൽ SI ആയ അനൂപ് തന്നോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് ഈ യുവതി പറയുന്നത്. DV ആക്ടുമായി ബന്ധപ്പെട്ട് തന്റെ ഭർത്താവിനെതിരായിട്ട് ഒരു പരാതി നൽകാൻ വേണ്ടി പോയ സമയത്തായിരുന്നു ഈ അനുഭവം ഉണ്ടായത്. നീ എന്തിനാണ് ഇനിയും അയാളിൽ കടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്, നിനക്ക് അയാളെ ഡൈവേഴ്സ് ചെയ്തുകൂടെ എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. മാത്രവുമല്ല, അയാൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചതല്ലേ, നീ ഇനിയും എന്തിനാണ് പിറകെ പോകുന്നത് മുതലായ രീതിയിലൊക്കെ തന്നോട് മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് യുവതി പറയുന്നത്. മാത്രമല്ല, ഈ സമയത്ത് ഈ യുവതിയുടെ പെൺകുട്ടിയും യുവതിക്കൊപ്പം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്കും ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും യുവതി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തൊക്കെയായാലും നിലവിൽ 11 ദിവസമായി താൻ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് എന്നാൽ ഇനിയും നടപടികളൊന്നും ഉണ്ടായില്ല എന്നാണ് വളരെ വിഷമത്തോടു കൂടി ഈ യുവതി മറുനാടനോട് പറഞ്ഞത്. പരാതി നിലവിൽ SIക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. SIയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ദിവസമായിട്ടും തന്നെ വിളിക്കുകയോ കാര്യങ്ങൾ എന്താണെന്ന് തിരക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നാണ് യുവതി പറയുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായി തീരുമാനം ഉണ്ടാകേണ്ടത് തന്നെയുണ്ട്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കാടത്ത്, മറുനാടൻ TV.